കാലൊട്ടുമിടറാതെ മണ്ണിൽ ചവിട്ടി നടക്കുന്നവർക്കും നാവരിയുന്നവന്റെ വേര് പിഴുതെറിയാൻ ഉശിരു കാണിക്കുന്നവർക്കും സമർപ്പണം. തോക്ക് തോൽക്കുന്നവന്റെ ആയുധം, നേർക്ക് നേരിന്റെ സമരായുധം. സ്വതന്ത്രപൂർവ്വ ഭാരതത്തിൽ ഏറെ വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് വരിച്ചവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ. അടിമത്തത്തിന്റെ നുകമ്പേറിയ ഒരു ജനത ആയുധമില്ലാതെ അടരാടിയൊരു കാലത്ത് എത്രയധികം പതിച്ചിട്ടുണ്ട് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾ. അർദ്ധരാത്രിയിൽ കിട്ടിയ സ്വാതന്ത്ര്യം പിടഞ്ഞു വീണ മനുഷ്യജീവനുകളിലെ രക്തക്കടലിന്റെ ഉത്തരമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യം പതിച്ച വെടിയുണ്ട ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയമർമ്മത്തിൽ കണ്ണുനീർ കൊണ്ട് പുതിയ ചരിത്രമെഴുതി. മഹാത്മജി വെടിയേറ്റു മരിച്ചു. ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. വർഗീയ മനസ്സുകളെ ഇന്ത്യയിൽ പാകിമുളപ്പിച്ച അസഹിഷ്ണുതയുടെ ആദ്യ വെടിയൊച്ച. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിലെ വരികൾക്കിടയിലെവിടെയും നമ്മൾ വായിച്ചിട്ടില്ലാത്ത RSS. ഹിന്ദു എന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് പടർന്നു കയറി വർഗീയതയുടെ വിശ്വരൂപത്തിലേക്ക്. രഥയാത്രയും കർസേവയും നടത്തി തകർത്തു വിശ്വാസികളുടെ മനസ്സും ഹൃദയവും. പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ രാഷ്ട്രീയാധികാരത്തിന്റെ വർഗീയ ഗർവിൽ BJP. ക്യാമ്പസുകൾ, മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, എഴുത്തുകാർ അജണ്ടയിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാരത്തണലിൽ. മറന്നിട്ടില്ല നമ്മൾ ആ കത്ത്. രോഹിത് വെമുല എഴുതിവെച്ച അനുഭവങ്ങളുടെ തുറന്നെഴുത്ത്. ആത്മഹത്യ പോരാട്ടം കൂടിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി വെമുല. രാജ്യത്തിൻ്റെ ബൗദ്ധിക തേജസ്സായ JNU സർവകലാശാലയിൽ നിന്ന് ജ്വലിച്ചു വന്ന കനയ്യകുമാർ. വിറളി പൂണ്ടവർ ഇരച്ചു കയറി ക്യാമ്പസിലേക്ക്. യുവത്വത്തിൻ്റെ മുഷ്ടികൾ കൂടുതൽ ഉയർന്നു. മാംസത്തിൻ്റെ പേരിൽ പാവം ദളിതരെയും മുസ്ലിം നാമധാരികളെയും വേട്ടയാടിയ വർഗീയ ഭ്രാന്ത് എഴുത്തുകാരൻ്റെ തൂലികയെ ലക്ഷ്യം വെച്ചു. വിവിധ പേരുകളിൽ ഉറഞ്ഞു തുള്ളിയ ഹൈന്ദവ സേനക്കാർ. ഡോക്ടർ UR അനന്തമൂർത്തി ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ പേരിൽ രാജ്യം വിട്ടുപോവാൻ കൽപ്പിച്ചു വർഗീയ തുമ്പ്രാക്കൾ. മരിച്ചിട്ടും മായാത്ത ഓർമ്മ പട്ടികയിലേക്ക് പോരാട്ടത്തിൻ്റെ തീനാളങ്ങൾ. കൽബുർഗി, ദാബോൽക്കർ, പൻസാരെ. ഫാഷിസത്തിൻ്റെ വെടിയുണ്ടകൾക്ക് ജനാധിപത്യത്തിൻ്റെ പ്രതിരോധ ശബ്ദങ്ങളെ തുളയ്ക്കാനോ തളയ്ക്കാനോ ആവില്ല. രക്തസാക്ഷികളുടെ ജീവിക്കുന്ന ചരിത്രത്തിലേക്ക് ഗൗരി ലങ്കേഷ് എന്ന ധീരയും. സ്വതന്ത്ര ചിന്തയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും വർഗീയ രാഷ്ട്രത്തിനെതിരെയും പോരാട്ടം നാവായും തൂലികയായും ജ്വലിപ്പിച്ച ഗൗരി ലങ്കേഷ് പിടഞ്ഞു വീണു മരിച്ചത് ഇന്ത്യയുടെ മതേതര മനസ്സിലാണ്. തോക്ക് RSSകാരൻ്റെ ഭീരുത്വത്തിൻ്റെ അടയാളം. ഇനിയും എത്ര തൂലിക മഷി വറ്റാതെ കിടക്കുന്നുണ്ടെന്നും എത്ര വെള്ളക്കടലാസുകൾ അക്ഷരങ്ങളെ തേടിയിരിക്കുന്നുണ്ടെന്നും അറിയാത്ത സംഘപരിവാരക്കൂട്ടങ്ങൾക്ക് വായിക്കാൻ വിശ്വസാഹിത്യത്തിലെ നിത്യവിസ്മയം വില്യം ഷേക്സ്പിയറുടെ പ്രസിദ്ധമായൊരു വരി സമർപ്പിക്കുന്നു. വിഡ്ഢികൾ ജീവിതത്തിൽ പല പ്രാവശ്യം മരിക്കുന്നു, ധീരന്മാരാവട്ടെ ഒരു തവണ മാത്രവും. ഇനി അവരുടെ ലക്ഷ്യം നമ്മുടെ കേരളം. മതസ്പർദ്ധ തൊട്ടുതീണ്ടാത്ത പുരോഗമന മലയാള നാട്. കാരണം ഹൈന്ദവ ഫാസിസത്തിന്റെ ബദ്ധശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ. ലോകത്തൊരിടത്തൊരിന്ത്യയിൽ ശതമാനക്കണക്കുകൾ കൊണ്ട് എത്ര ഹരിച്ചാലും ഗുണിച്ചാലും ഒരു ചെറിയ അംശം സംഘപരിവാർ. ലോകത്തിൻ്റെ വസന്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആത്മമിത്രമായ കേരളത്തോട് വിരട്ടലിൻ്റെ വിരൽ ചൂണ്ടുന്നു. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ഇന്നത്തെ കേരളം. ഇന്നലകളിലെ പോരാട്ടത്തിൻ്റെ ചരിത്രഗതികളിൽ ചോര നനഞ്ഞ ഏടുകളുണ്ട് മലയാള നാടിന്. വാളോങ്ങുന്നവൻ്റെ ചങ്കിലേക്ക് തുളച്ചു കയറാൻ കേരളത്തെ മാറ്റിമറിച്ച നവോത്ഥാന ചരിത്രമുണ്ട്. പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് ഒരു ജനത രക്തവും ജീവനും കൊടുത്തു നേടിയെടുത്ത നിഷേധിക്കാനാവാത്ത ജീവിക്കുന്ന ചരിത്രമുണ്ടതിന്. സമരഭൂമികയിലേക്ക് കലയും സംസ്കാരവും ഇഴചേർത്ത് സമന്വയിപ്പിച്ച സർഗാത്മകതയുടെ ഗന്ധമുണ്ടതിന്. കരള് പറിച്ചു കൊടുത്താലും അത് കടലാസ് പൂവാണെന്ന് പറയുന്നവർ ചരിത്രം ഒന്നുകൂടി ഇരുന്ന് വായിക്കണം. ഏഷണി പറഞ്ഞ് ഭീഷണിയുടെ സ്വരം പടർത്തുമ്പോൾ കാരിരുമ്പിൻ്റെ കരുത്തോടെ ചെറുക്കുമെന്ന് ഓർക്കേണ്ടവർ ഓർക്കണം. ജനാധിപത്യം
അതിൻ്റെ അന്തസ്സോടെ പുലരുന്ന കേരളത്തിൽ ജനങ്ങൾ തന്നെയാണ് കോടതി. ആ കോടതിയുടെ നേതൃത്വം ഇവിടെ ശക്തമാണ്. നിർമാല്യത്തിൽ ഉറഞ്ഞു തുള്ളിയ കോമരം, കാലം സാക്ഷി, MTയുടെ നാവിനെയും പേനയെയും ക്രൂരമായി തലോടിയാൽ, അനുഗ്രഹീത ചലച്ചിത്ര പ്രതിഭ കമലിന്റെ ഫാഷിസ്റ്റ് വിരുദ്ധ സർഗാത്മക വീക്ഷണം ചോദ്യം ചെയ്യപ്പെട്ടാൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സുശക്തമായ കരങ്ങളുടെ ആവനാഴിയിൽ തൊടുത്തുവിടാൻ അമ്പുകൾ ഇനിയുമേറെയുണ്ട് ബാക്കി. പക്ഷം പിടിച്ചോടുന്ന യാത്രകളിൽ കൂട്ടിനായൊരു പക്ഷം, ജനപക്ഷത്തിന്റെ വിശ്വാസപക്ഷം ഇടതുപക്ഷം. കണ്ണുനീരിന്റെ ഉപ്പുരസം കലർന്ന നിലവിളികൾ രാജ്യത്തുയർന്നു കേൾക്കുമ്പോൾ ഒരു വർഗീയ ഭ്രാന്തിനും ഇടം നൽകാതെ കേരളം. ശരി തന്നെയാണ് ശരി, എല്ലാം ശരിയാവുക തന്നെ ചെയ്യും. ഫാസിസത്തിനെതിരെ സമരസജ്ജരാവുക. അഭിവാദനങ്ങളോടെ